എന്തുകൊണ്ട് ജർമ്മനി? വാട്ട് മേക്സ് ജർമ്മനി മോർ അട്രാക്റ്റീവ്? വൈ ഈസ് ജർമ്മനി ബെറ്റർ ദാൻ അതർ കൺട്രീസ്? ജർമ്മനി നിങ്ങൾക്ക് കിട്ടുന്ന ഷെങ്കൻ വിസ. അപ്പോൾ ഷെങ്കൻ വിസയുടെ പ്രത്യേകത അറിയാലോ, ഷെങ്കൻ കൺട്രീസിലെല്ലാം നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം. എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത ജനറേഷൻ പിള്ളേർക്കും ഒക്കെ ആണെങ്കിലും സ്കൂളിങ്ങും കാര്യങ്ങളെല്ലാം എൻറ്റയർലി ഫ്രീ ആയിരിക്കും. ജോബ് കട്ടും കാര്യങ്ങളെല്ലാം താരതമ്യേന മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. കാരണം അവരുടെ വർക്ക് ഫോഴ്സ് യൂണിയൻ ഭയങ്കര സ്ട്രോങ് ആണ്. ഫിനാൻഷ്യൽ ഫ്രീഡം അറ്റ് ആൻ ഏർലി ഏജ്, ദാറ്റ്സ് വാട്ട്സ് മേക്കിംഗ് ജർമ്മനി മോർ അട്രാക്റ്റീവ്. എന്തുകൊണ്ട് ജർമ്മനി അല്ലേ? വാട്ട് മേക്സ് ജർമ്മനി മോർ അട്രാക്റ്റീവ്? ഇത്രയും പഠിക്കണം, ഇത്രയും ഇതാണ് സാഹചര്യമുണ്ട്, ഇത്രയും ബുദ്ധിമുട്ട് ഇത് പഠിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? വൈ ഈസ് ജർമ്മനി ബെറ്റർ ദാൻ അതർ കൺട്രീസ്? അപ്പം നാട്ടിൽ നിസ്സാരം നിങ്ങൾ നഴ്സിംഗ് പഠിക്കാൻ തീരുമാനിച്ചൊന്നിരിക്കട്ടെ, നിങ്ങളിപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് മനസ്സിൽ കണ്ട് പല രീതി ആലോചിച്ചതിന് ശേഷമാണ് ജർമ്മനിക്ക് പോകാൻ തീരുമാനിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് അല്ലേ? എല്ലാം പ്ലസും മൈനസും ആലോചിച്ചതിന് ശേഷമാണ്. ഇനി ഈ രീതിയിലും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇങ്ങനെയും കൂടെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ പറയാം. 4 വർഷമാണ് ഇവിടുത്തെ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം. ഏകദേശം എത്ര രൂപ ചിലവ് വരും ഒന്ന് അന്വേഷിച്ചു. ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് എന്നാണ്. ഞാൻ നാട്ടിൽ ഉദ്ദേശിച്ച കേരളത്തിൽ കേട്ടോ, ബാംഗ്ലൂർ ഇല്ല, ഇന്ത്യ ആസ് സച്ച് ഒരു ആവറേജ് പ്രൈസ് റേഞ്ച് എന്താണ് നഴ്സിംഗ് പഠിക്കാൻ? ഇപ്പോൾ 9 lakh 7 to 10, 10-നും 12-നും ഇടയ്ക്കൊക്കെയാണ് പലരും പറയുന്നത്. ഇപ്പം ഈ വർഷം 10-12 റേഞ്ചിലേക്ക് കാര്യങ്ങൾ എത്തി. ഇനി ഇത് കൂടാണ്ട് ഇപ്പം പുറത്തെവിടെയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നു, ഇടയ്ക്ക് വീട്ടിൽ വരണം, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, പിന്നെ റെക്കോർഡ് പ്രാക്ടിക്കൽ എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ പൈസയൊക്കെ ആവും. എങ്ങനെ ആയാലും ഒരു 15 ലക്ഷം രൂപ 16 ലക്ഷം രൂപ അടുത്ത് ചിലവ് വരും മൊത്തം ഭാഷ പഠിച്ചെടുക്കാനായിട്ട്, ലാംഗ്വേജ് നഴ്സിംഗ് പഠിക്കാനായിട്ട്. ഇനി അത് കഴിഞ്ഞ് ഇപ്പം നിങ്ങൾ ജർമ്മനിയിലേക്കാണെങ്കിൽ ഫ്രഷറായിട്ട് കയറി പോവാം. ജർമ്മനി അല്ല മറ്റേതെങ്കിലും രാജ്യം, ഗൾഫിലേക്കോ അങ്ങോട്ടാണെങ്കിൽ ഒരു 2 വർഷം എക്സ്പീരിയൻസ് പറയുന്നുണ്ട് അല്ലേ? ഈ 2 വർഷം എക്സ്പീരിയൻസ് എനിക്കറിയത്തില്ല എല്ലായിടത്തേയും കാര്യം. ഈ അടുത്ത കാലത്ത് ഞാൻ വലിയൊരു ഹോസ്പിറ്റലിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കേട്ടതാണ്, 2 വർഷം ജോലി ചെയ്യും, 1 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വരുള്ളൂ. കാരണം 1 വർഷം ജോലി ചെയ്യുന്നതിന് ശമ്പളമില്ല. ആദ്യത്തെ 1 വർഷം ശമ്പളമില്ല, 2ാമത്തെ വർഷം ശമ്പളം 7,500 രൂപ തരും. കുറച്ച് പോക്കറ്റ് മണി പെരുന്നാളൊക്കെ കൂടാണോ, 7,500 രൂപ നിങ്ങൾക്ക് പൈസ കിട്ടും. അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരികയും ചെയ്യും. അത് കഴിയുമ്പം നിങ്ങൾക്ക് പോവുകയും ചെയ്യാം. എല്ലായിടത്തും തന്നെ, ചിലയിടത്ത് ചിലപ്പം 10,000 12,000 ഒക്കെ തന്നിരിക്കും സ്റ്റാർട്ടറൊക്കെ, ബിഗിനിങ് ആയതുകൊണ്ട്. അപ്പോൾ ആ ഒരു ടൈമും കൂടെ നിങ്ങളുടെ ചിലവും കാര്യങ്ങളെല്ലാം കൂടെ നോക്കിയാലും ഏകദേശം 2 ലക്ഷം രൂപ 2 വർഷം പോവുകയും ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് നാട്ടിൽ തന്നെ നിന്നാൽ മതിയോ? പുറത്തോട്ടെങ്കിലും പോകണ്ടേ? OET ജർമ്മനോ എന്തെങ്കിലും പഠിക്കാനായിട്ട് ചേരണം. OET ഒക്കെ ആണെങ്കിലും 1 പ്രാവശ്യം ഒന്ന് എഴുതി പാസ്സാവുന്നൊരു കുറവാണ്. OET 1 പ്രാവശ്യം എക്സാം എഴുതാൻ 35,000 36,000 രൂപയാണ്. ഒരു 4 പ്രാവശ്യമൊക്കെ എഴുതുന്നതിനും. ഇപ്പം റീസെൻ്റ്ലി എനിക്കറിയാവുന്ന ഒരാൾ, പുള്ളിയുടെ മകളിപ്പോൾ 6ാമത്തെ പ്രാവശ്യം എഴുതാൻ പോകുന്നത്. അപ്പം 1,80,000 രൂപ ഫീസ് ഇനത്തിൽ മാത്രം. പിന്നെ ഈ ബാക്കി പഠിക്കാനുള്ള ചിലവും അത് ഇതിലാണ് കൂട്ടി 2-2.5 ലക്ഷം രൂപയുടെ പരിപാടിയായി. പോട്ടെ, ലെറ്റ്സ് പുട്ട് 1.5 അഗ്രിഗേറ്റ്. പഠിക്കുന്ന ആളുടെ ബാങ്ക് ബാലൻസ് എത്ര രൂപ ആണ്? പഠിക്കുന്ന ആളുടെ, പേരൻസിൻ്റെ അല്ല, പേരൻസിൻ്റെ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ ആയിരിക്കും ഈ പഠിപ്പിൽ കഴിയുമ്പോഴത്തേനും. പഠിക്കുന്ന ആളുടെ ബാങ്ക് ബാലൻസ് എത്രയുണ്ട്? കുറച്ച് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പെരുന്നാൾ കൂടാണല്ലോ ഇവിടെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ കാറ്റഗറിയിൽ കുറച്ച് എമൗണ്ട് കാണും. പ്രായം എത്രയായി? 19, 4, 6, 1, 7, 19, 26 അതായത് ജീവിതത്തിൻ്റെ നല്ലൊരു കുറച്ച് ഏജ് ഫേസ് അങ്ങ് തീർന്നു. ഇനി 1 വർഷം കഴിഞ്ഞ് നിങ്ങൾ 27-ാം വയസ്സിൽ ജർമ്മനിയിൽ എത്തിന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തെത്തി. അപ്പോൾ 2 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കല്യാണമായി. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഗോൺ, ഫിനിഷ് എന്നുവെച്ചാൽ ഫേസ് മാറി, ലൈഫിൻ്റെ ആ ഒരു ഫേസ് മാറും. നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല, പക്ഷേ എന്നാലും അതിന് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫേസ്. സിംഗിളായിട്ട് കഴിയുന്ന ഫേസിൽ നിന്ന് യു ആർ ഗോയിങ് മച്ച് മോർ റെസ്പോൺസിബിളായി, പല കാര്യങ്ങളായി, എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കാനും കൺട്രോൾ ചെയ്യാനും അങ്ങനെ പല രീതിയിൽ പല വർഷങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ആ ഒരു സ്റ്റേജിലേക്ക് കയറുകയാണ്. അന്നേരവും വി ആർ ഫിനാൻഷ്യലി നോട്ട് സ്റ്റേബിൾ. ഫിനാൻഷ്യലി യു ആർ നോട്ട് സ്റ്റേബിൾ. അതേസമയം വൈ ഈസ് ജർമ്മനി അട്രാക്റ്റീവ്? 1 വർഷം, ഈ 1 വർഷം നിങ്ങൾ അവിടെ പഠിക്കാനുള്ള ഇവിടെ പഠിക്കാനുള്ള ഒരുപോലെ 1 വർഷം ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് പഠിക്കുന്നു, പഠിച്ചു. അടുത്ത വർഷം നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ പറയുന്ന മെത്തേഡിൽ പ്രോപ്പറായിട്ട് പഠിച്ച് നമ്മൾ പറയുന്ന ഗൈഡ് ലൈൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ റീച്ച് യുവർ ഡ്രീം. അത് ആ രീതിയിൽ അതനുസരിച്ച് ഫോളോ ചെയ്യണം. അതിനകത്ത് പിന്നെ ഇടയ്ക്ക് ഇച്ചിരി കുഴപ്പമൊന്നും. ആദ്യത്തെ മോട്ടിവേഷൻ കഴിഞ്ഞാൽ 2 ആഴ്ച ആദ്യം ഭയങ്കര തരിച്ച് ഇങ്ങനെ നിൽക്കും, എന്നെ ഇപ്പോൾ പഠിച്ചിട്ടേ ഉള്ളൂ. A1 A2 ഒക്കെ കഴിയുമ്പോഴത്തേനും ഇനിയിപ്പോൾ എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയത്തില്ല, രക്ഷയില്ല, ഭയങ്കര പാടാ. B1 ആകുമ്പോഴത്തേനും അയ്യോ, B2 ഒന്നും പറയണ്ട, പഠിച്ച് ഉറക്കം വരുന്നില്ല, ഫുഡും കഴിക്കാൻ പറ്റുന്നില്ല, പഠിക്കും നടക്കുമെന്ന് തോന്നുന്നില്ല, വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയാലോ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, നടപടി ഉണ്ടാകത്തില്ല. ആദ്യത്തെ മോട്ടിവേഷൻ എങ്ങനെയാണോ അത് അതുപോലെ തന്നെ അവസാനം വരെ വേണം, ഇല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. 1 വർഷം കഴിഞ്ഞോ പഠിക്കാൻ കയറി, ഹൗസ് ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു, 3 years. ഫസ്റ്റ് മാസം
കൺവേർട്ട് ചെയ്യുകയാണ്. 1200 യൂറോ കൺവേർട്ടഡ് ബൈ 87 to 90 റുപ്പി ഒരു യൂറോയുടെ വില. ഏകദേശം കണക്ക് കൂട്ടി കഴിഞ്ഞാൽ 1 lakh rupees അടുത്ത് കിട്ടുന്നു. മൊത്തം ചിലവ് നിങ്ങളുടെ വാടക, ഫുഡ്, വണ്ടി കൂലി എല്ലാം കൂടെ കണക്ക് കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മാക്സ് ടു മാക്സ് എങ്ങനെ പോയാലും ഒരു 350 euros നിങ്ങൾക്ക് സേവ് ചെയ്യാം. എങ്ങനെ പോയാലും യു ക്യാൻ സേവ് 350 euros. 350 euro എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 30,000 രൂപ മാസം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. സേവിങ്സ് എങ്ങനെ നടന്നില്ല. പിന്നെ ഓരോ വർഷവും നിങ്ങൾക്ക് വെക്കേഷൻ നിങ്ങളുടെ പെയ്ഡ് ലീവാണ്. നിങ്ങൾ നാട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു മാസം തികച്ചങ്ങനെ എടുക്കത്തില്ല, അടുപ്പിച്ച് 2 ആഴ്ചയൊക്കെ കിട്ടും. 2 ആഴ്ചത്തെ ബ്രേക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് പെയ്ഡാണ്. നിങ്ങൾ വരുമ്പോൾ പോകുമ്പോൾ നിങ്ങൾക്ക് യു ആർ ഏണിങ്, നിങ്ങൾക്ക് പൈസ കിട്ടും. ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് അതിന് ശമ്പളം കിട്ടുന്നുണ്ട്. അപ്പോൾ നാട്ടിലോട്ട് വന്നു പോകുന്നതിന് നിങ്ങൾ വീട്ടിൽ നിന്ന് 1 രൂപ മേടിക്കേണ്ട. ടിക്കറ്റിന് വേണ്ടിയിട്ടോ നിങ്ങൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ചിലവ് മേടിക്കുന്നതിനോ പുറത്ത് പോയി കൂട്ടുകാരെ കൊണ്ട് പാർട്ടി കൊടുക്കുന്നതിനോ ഒന്നും വേണ്ട. അതായത് കൂട്ടുകാർക്ക് നിങ്ങൾ പാർട്ടി കൊടുക്കുമ്പോൾ കൂട്ടുകാരുടെ ഇത് ഇവിടെ ഫിനാൻഷ്യൽ ഫ്രീഡം അറ്റ് ആൻ ഏർലി ഏജ്, ദാറ്റ്സ് വാട്ട്സ് മേക്കിംഗ് ജർമ്മനി മോർ അട്രാക്റ്റീവ്. ഫിനാൻഷ്യൽ ഫ്രീഡം എന്താണെന്നുള്ളത് പേരൻസിന് മനസ്സിലാവും. ചെറുപ്രായത്തിൽ കുറച്ചൊരു പ്രായമുള്ളപ്പോൾ തന്നെ നമ്മുടെ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനോടും നമ്മുടെ ചുറ്റുപാടിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, അറിയത്തില്ലേ? കുറച്ച് പൈസ ആണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പൈസ ഉണ്ട്, നമുക്ക് അതുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാം. കുറച്ചാണെങ്കിലും എന്തെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം മേടിക്കണം. നമുക്ക് അങ്ങനത്തെ പൈസ നമ്മുടെ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറും. നമുക്ക് പല സാധനങ്ങളോടുള്ള അപ്രോച്ച് മാറും. നമ്മൾ പല കാര്യങ്ങളും കാണുന്ന വേറെ രീതിയിലായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് നേരത്തെ തന്നെ കിട്ടുന്നൊരു മെത്തേഡാണ്. അതായത് നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ പൈസ ഉണ്ട്. പഠിത്തം കഴിയുമ്പോൾ അവർ നിങ്ങൾ ട്രെയിൻ ചെയ്ത് നിങ്ങളവിടെ ജോലിക്ക് വേണം. അതുകൊണ്ട് അവർക്ക് നിങ്ങൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് യു വിൽ ബി ഹാവിങ് ഇനഫ് സഫിഷ്യൻറ്റ് മണി ഇൻ യുവർ അക്കൗണ്ട്. അതുകൊണ്ട് ആരെയും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ ഗോ ഹെഡ്. അപ്പോൾ ആ ഒരു ഫ്രീഡം മറ്റുള്ളവർ പിന്നെ പഠിച്ചവിടെ എത്തുമ്പോഴത്തേനും നിങ്ങൾ ഓൾറെഡി സെറ്റിൽ ആവും. നിങ്ങളുടെ സിംഗിൾ ലൈഫ് അത്യാവശ്യം നിങ്ങൾ തന്നെ ജീവിച്ച് തീർത്തിട്ടുണ്ടാവും. യു വിൽ ബി റെഡി ടു മാരി ഓർ യു ക്യാൻ മൂവ് അഹെഡ്. നിങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഇതാണ് ഇതിനായിട്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്. ഇനി ജർമ്മനി മറ്റു രീതിയിൽ അട്രാക്റ്റീവ് ആക്കുന്നതിൻ്റെ കാര്യം, ജർമ്മനി നിങ്ങൾക്ക് കിട്ടുന്ന ഷെങ്കൻ വീസ. അപ്പോൾ ഷെങ്കൻ വീസയുടെ പ്രത്യേകത അറിയാമല്ലോ. ഷെങ്കൻ കൺട്രീസിലെല്ലാം നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം വിത്തൗട്ട് എനി ഫർദർ വിസയുടെ ഒന്നും ആവശ്യമില്ല. ട്രാവലിംഗ് നെറ്റ്വർക്ക് സിസ്റ്റം ജർമ്മനിയിൽ വെച്ച് ഏറ്റവും ബെസ്റ്റാണ്. അതുകൊണ്ട് യൂറോപ്പ് മൊത്തം ട്രാവൽ ചെയ്യാൻ ഏറ്റവും നല്ലൊരു രാജ്യമാണ്. കാരണം 9 countries 9 രാജ്യങ്ങളാണ് ജർമ്മനിയെ ചുറ്റപ്പെട്ട് കിടക്കുന്നത്. ഇങ്ങോട്ടെല്ലാം നിങ്ങൾക്ക് യാത്ര ചെയ്യാം. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത ജനറേഷൻ പിള്ളേർക്കും ഒക്കെയാണല്ലോ സ്കൂളിങ്ങും കാര്യങ്ങളെല്ലാം എൻറ്റയർലി ഫ്രീ ആയിരിക്കും. പിന്നെ കുട്ടികളുണ്ടാകുന്നതിന് 24 വയസ്സ് വരെ പേരൻസിന് 200 ചില്ലാനും യൂറോ വെച്ച് കിട്ടും. ഓരോ കുട്ടിക്കും 200 യൂറോ വെച്ച് ഗവൺമെൻറ് അവിടെ കൊടുക്കുന്നുണ്ട് അവരെ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട്. കാരണം അവിടെ അടുത്ത ജനറേഷൻ വരുന്നതിന് വേണ്ടിയിട്ട് ദേ പ്രൊമോട്ടിങ് ഇറ്റ്, അവിടെ ആൾക്കാർ കൂടുതൽ കൂടാൻ വേണ്ടിയിട്ട്. പിന്നെ ഏറ്റവും നല്ല പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം, എൻവയൺമെൻറ്റ് അത്രയും ക്ലീനാണ്, ഫ്രഷ് എയർ ആണ്, വാട്ടർ എല്ലാം കൊണ്ടും ഇറ്റ്സ് വെരി സേഫ്. യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും അവർ ഗ്ലോബലി ദേ ആർ ഹാവിങ് എ ഗുഡ് സ്റ്റാൻഡ്. അതുകൊണ്ട് തന്നെ എക്കണോമിക്കലി ദേ ആർ വെരി സ്ട്രോങ്. യൂറോപ്യൻ യൂണിയനിൽ തന്നെ ഏറ്റവും സ്ട്രോങ് ആണ്. ജോലി ഒരു കാരണവശാലും പോകുന്നൊരു സ്റ്റേജ് ജർമ്മനിയിൽ റിസഷൻ എന്ന് പറയുന്നൊരു കാര്യം വളരെയധികം റിസഷൻ ഉണ്ടാവും. പക്ഷേ ജോബ് കട്ടും കാര്യങ്ങളെല്ലാം താരതമ്യേന മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. കാരണം അവരുടെ വർക്ക് ഫോഴ്സ് യൂണിയൻ ഭയങ്കര സ്ട്രോങ് ആണ്.